ഒരുപാട് സ്റ്റുഡൻസ് ആൻഡ് യങ് പ്രൊഫഷണൽസ് വളരെ സൈലൻ്റ് ആയിട്ട് അനുഭവിക്കുന്ന എന്നാൽ വളരെ ലൗഡായ ഒരു പ്രശ്നമുണ്ട്. അത് മറ്റുള്ളവർ കേൾക്കാൻ മാത്രം ലൗഡായ ഒന്നല്ല, എന്നാൽ ഇത് അനുഭവിക്കുന്നവരുടെ മനസ്സിൽ വലിയൊരു പ്രഷർ തന്നെയാണ് അതുണ്ടാക്കുന്നത്. ദേ നോ ദേ ഹാവ് ഐഡിയാസ്, ദേ നോ ദേ അണ്ടർസ്റ്റാൻഡ് തിങ്സ്. പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യേണ്ട, സംസാരിക്കേണ്ട അവസരം വരുമ്പോൾ അതൊരു ക്ലാസ് ഡിസ്കഷനിലായാലും ഒരു മീറ്റിങ്ങിൽ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോഴായാലും ഓർ ഈവൻ ഈ കാഷ്വൽ കോൺവെർസേഷനിലായാലും അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് പോലെ ആവില്ല വാക്കുകൾ പുറത്തേക്ക് വരുന്നത്. ചിലപ്പോൾ അവർ ഒരുപാട് സംസാരിക്കും, ചിലപ്പോൾ ആണെങ്കിൽ വളരെ കുറച്ച് മാത്രം. ചിലപ്പോൾ അവർ കുറേ റഷ് ചെയ്ത് പറയും, ചിലപ്പോൾ അവർ പറയാൻ മടിക്കും. ഇനി ചിലപ്പോൾ പെട്ടെന്ന് സംസാരിച്ച് തീർന്നാൽ തന്നെ പറയാൻ വന്നതിൽ എന്തൊക്കെയോ ചിലത് മിസ് ചെയ്തല്ലോ എന്നാവും അവർക്ക് തോന്നാം. പിന്നീട് അവർ തനിച്ചാവുന്ന അവസരത്തിൽ നേരത്തെ കഴിഞ്ഞ ആ സിനാരിയോ മനസ്സിൽ റീപ്ലേ ചെയ്തിട്ട് എനിക്ക് കുറച്ചുകൂടി നന്നായി പറയാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിരിക്കും. യഥാർത്ഥത്തിൽ ഈ സ്ട്രഗിൾ നമ്മൾ കരുതുന്നതിനേക്കാൾ എത്രയോ ഭീകരമാണ്. ഇത് നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങളുടെ ബുദ്ധിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നല്ല കേട്ടോ. ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ മിക്ക ആളുകൾക്കും മറ്റൊരാളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്ന രീതിയിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് അറിയില്ല. അതിനുള്ള ഗൈഡൻസ് കിട്ടിയിട്ടില്ല. വി ആർ ട്രെയിൻഡ് ടു സ്റ്റഡി, വി ആർ ട്രെയിൻഡ് ടു മെമ്മറൈസ്, വി ആർ ട്രെയിൻഡ് ടു ഫോളോ സിസ്റ്റംസ് ആൻഡ് റൂൾസ്. പക്ഷേ നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരാളും നമ്മളെ ട്രെയിൻ ചെയ്യില്ല. പക്ഷെ അതാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് നോട്ട് പെർഫോമൻസ്, ഇറ്റ് ഈസ് നോട്ട് കോൺഫിഡൻസ്, ഇറ്റ് ഈസ് ഗൈഡൻസ്. നമുക്കൊരു ക്യാരക്ടറിനെ എടുക്കാം, റോഹൻ. ഹീ ഈസ് ക്യാപ്പബിൾ, ഒബ്സർവൻറ്റ് ആൻഡ് തോട്ട്ഫുൾ. അവൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ലെക്ചേഴ്സ് എല്ലാം ഈസി ആയിട്ട് അവന് മനസ്സിലാവുമായിരുന്നു. ഇനി വർക്ക് പ്ലേസിലാവട്ടെ അവനാവും ആദ്യം പ്രോബ്ലംസ് ഒക്കെ നോട്ടീസ് ചെയ്യാം. പക്ഷെ ഒരു ഡിസ്കഷൻ വരുമ്പോൾ ഹിസ് വോയിസ് ബിക്കംസ് അൺസർട്ടൈൻ. അവൻ ഉറക്കെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ തൻ്റെ ഐഡിയാസ് സ്കാറ്റേർഡ് ആയ പോലെ അവന് ഫീൽ ചെയ്യുമായിരുന്നു. മറ്റുള്ളവർ അത്ര കഴമ്പില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് എങ്കിൽ പോലും അവരെല്ലാം മറ്റുള്ളവർ കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. തൻ്റെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം തനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതാണ് എന്നാണ് റോഹൻ ഒരുപാട് കാലം വിശ്വസിച്ചിരുന്നത്. ഞാനൊരിക്കലും നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളല്ല, ആയിരിക്കില്ല എന്നൊക്കെ അവൻ വിശ്വസിച്ചു. ബട്ട് ദ ട്രൂത്ത് വാസ് സിംപ്ലർ ആൻഡ് മോർ ഹോപ്പ്ഫുൾ. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ്റെ ടെക്നിക്സ് അവൻ അറിയില്ലായിരുന്നു. ഹി വാസ് നെവർ ടോട്ട് ദ ടെക്നിക്സ് ഓഫ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. അവൻ വരുത്തിയ ആദ്യത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തോട്ട്സ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങി എന്നതാണ്. മിക്ക കമ്മ്യൂണിക്കേഷനും പാളിപ്പോകുന്നത് നമുക്ക് വേർഡ് പവർ ഇല്ലാതിരുന്നിട്ടല്ല, മറിച്ച് നമ്മുടെ തോട്ട്സ് ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നത് കൊണ്ടാണ്. ഇവിടെയാണ് വൺ സെൻറ്റൻസ് റൂളിൻ്റെ ആവശ്യം വരുന്നത്. സംസാരിക്കുന്നതിന് മുമ്പ് ഒരു ക്ലിയർ സെൻറ്റൻസ് തീരുമാനിക്കുക. ദാറ്റ് ഷുഡ് ബി ദ കോർ ഐഡിയ ആൻഡ് അത് നിങ്ങൾക്ക് ഡയറക്ഷൻ തരും. ഇത് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കില്ല, അതുപോലെയാണ് നമ്മൾ പറയാൻ പോകുന്ന മെയിൻ ഐഡിയ ക്ലിയർ ആയിരിക്കുമ്പോഴാണ് ബാക്കിയെല്ലാം ഈസി ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക. ലിസണേഴ്സ് പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത് കേൾക്കുന്ന ഐഡിയാസ് അത്രയ്ക്ക് കോംപ്ലക്സ് ആയതുകൊണ്ടൊന്നുമല്ല, കേൾക്കുന്ന ഐഡിയാസ് അൺസ്ട്രക്ചേർഡ് ആയതുകൊണ്ടാണ്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എല്ലാം കൂടി ഒരുമിച്ച് ഒരു അവിയൽ പരുവത്തിലായാൽ ലിസണർക്ക് അത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ഹാർഡായിരിക്കും, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് എന്ന് പ്രോസസ്സ് ചെയ്യാനായിട്ട്. ആൻഡ് ഹ്യൂമൻ അറ്റൻഷൻ ഡസ് നോട്ട് ലൈക്ക് എഫോർട്ട്. എവിടെയെങ്കിലും സ്റ്റക്കായി എന്നോ ശ്രദ്ധ പോയി എന്നോ ലിസണർക്ക് തോന്നിക്കഴിഞ്ഞാൽ നാച്ചുറലി അവർ പിന്നെ ട്യൂൺ ഔട്ട് ആവും. ഒരുപാട് ആളുകൾ പേടിക്കുന്ന സൈലൻസ് ഒരിക്കലും ഒരു വീക്ക്നെസ് അല്ല. സൈലൻസ് ഈസ് സ്ട്രക്ചർ. എഴുതുമ്പോൾ നമ്മൾ പങ്ക്ച്വേഷൻ കൊടുക്കില്ലേ, അതുപോലെ തന്നെയാണ് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും. വിത്തൗട്ട് പോസസ് ഈവൻ ദ ബെസ്റ്റ് ഐഡിയാസ് ലൂസ് ദെയർ ഇമ്പാക്റ്റ്. കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സ്റ്റാർട്ടിങ് വിത്ത് ദ ഡെസ്റ്റിനേഷൻ. ഒരാൾ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഡയറക്ഷൻസ് തരുന്നുണ്ടെങ്കിൽ ദെൻ നമ്മുടെ ജേണി വളരെ ഈസി ആവും, അല്ലേ? കാണുന്ന എല്ലാ ടേണിങ്സൊന്നും നമുക്കപ്പോൾ എടുക്കേണ്ടി വരില്ല, കറക്റ്റായിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്യും. ഈ സെയിം പ്രിൻസിപ്പിൾ തന്നെ നമുക്ക് സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിലും യൂസ് ചെയ്യാം. ഒരു സ്പീക്കർ ദ മെയിൻ പോയിന്റ് ഈസ് ദിസ് മാറ്റേഴ്സ് ബിക്കോസ് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ആളുകളുടെ മൈൻഡ് കുറച്ച് റിലാക്സ്ഡ് ആവും. ഒരു റോഡ് മാപ്പ് അവർക്ക് ലഭിക്കുകയാണ്, അല്ലേ? ഒരാൾ വളരെ ഇംപ്രസീവായിട്ട് സംസാരിക്കുമ്പോൾ മാത്രമല്ല, അയാൾ കേൾവിക്കാരെ പരിഗണിക്കുക കൂടി ചെയ്യുമ്പോഴാണ് അയാൾക്ക് അറ്റൻഷൻ ലഭിക്കുന്നത്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്ന ഫാക്ടറാണ് സ്പീഡ്. നെർവസ് ആയ ആളുകൾ സ്പീഡിൽ സംസാരിക്കാനുള്ള ടെൻഡൻസി കാണിക്കും. സ്പീഡ് അവരുടെ കോൺഫിഡൻസ് കൺവേ ചെയ്യുന്നു എന്ന് കരുതിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. സത്യത്തിൽ വളരെ സ്പീഡിൽ സംസാരിക്കുന്നത് അവരുടെ അൺസർട്ടനിറ്റിയാണ് കാണിക്കുന്നത്. ഒരു 10% മാത്രം സ്പീഡ് കുറയ്ക്കുന്നത് തന്നെ നിങ്ങളുടെ സംസാരത്തിലെ ഒരു ബിഗ് ഇമ്പാക്റ്റ് കൊണ്ടുവരും. കാം സ്പീച്ച് ബിൽഡ്സ് ട്രസ്റ്റ്. ഐഡിയാസ് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിന് പകരം കൃത്യമായിട്ട് ലാൻഡ് ചെയ്യുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യും.
അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടെക്നിക്കാണ് ഇൻറ്റൻഷണൽ പോസസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെൻറ്റൻസിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഒന്ന് പോസ് ചെയ്യുന്നതിലൂടെ ലിസണർക്ക് അക്കാര്യം പ്രോസസ്സ് ചെയ്യാനുള്ള സമയം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സൈലൻസ് ക്രിയേറ്റ്സ് എംഫസിസ്. നല്ല വൃത്തിയുള്ള ഒരു പേപ്പറിൽ എഴുതിയ നോട്ട്സ് ഈസി ആയിട്ട് വായിച്ചെടുക്കാൻ കഴിയുന്നത് പോലെ സൈലൻസ് നമ്മുടെ സ്പോക്കൺ ഐഡിയാസ് കുറച്ചുകൂടി ക്ലിയർ ആക്കാനും പെട്ടെന്ന് ഓർമ്മിക്കാനും സഹായിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമ്മൾ ഉറപ്പായിട്ടും യൂസ് ചെയ്തിരിക്കേണ്ട മറ്റൊരു ടൂളാണ് എക്സാമ്പിൾസ്. നമ്മൾ വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് മാത്രം കാര്യങ്ങൾ പറഞ്ഞു പോയാൽ ആളുകൾ അറ്റൻഷൻ കൊടുക്കുന്നത് കുറയും. എക്സാമ്പിൾസ് ആയിരിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയായി മനസ്സിലാക്കാനും അത് ഓർമ്മയിൽ തങ്ങി നിൽക്കാനും കേൾക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ടീച്ചേഴ്സ് നമുക്ക് കൺസെപ്റ്റ്സ് പഠിപ്പിക്കാറ് എക്സാമ്പിൾസ് വെച്ചിട്ടാണ്. അതുപോലെ കഥകൾ നമ്മളങ്ങനെ പെട്ടെന്നൊന്നും മറക്കാറില്ല. ദിസ് ഈസ് ദ പവർ ഓഫ് എക്സാമ്പിൾസ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഐഡിയ ഈസി ആയിട്ട് വിഷ്വലൈസ് ചെയ്യാനും മനസ്സിലാക്കാനും ഒരു സിമ്പിളായ റിലേറ്റബിൾ ആയ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. നമ്മൾ പറയുന്ന കാര്യം, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കേൾക്കുന്ന ആൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ അവർ വളരെ ഈസി ആയിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങും. ടോൺ ആൾസോ മാറ്റേഴ്സ്. പല സ്പീക്കേഴ്സും അറിയാതെ ആണെങ്കിലും അവർ പറയുന്ന സെൻറ്റൻസിൻ്റെ അവസാനത്തിൽ അവരുടെ ടോണ് ഒന്ന് ഉയർത്തും, ഒന്ന് ഹൈ ആക്കും. ആൻഡ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരു ക്വസ്റ്റ്യൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി ടോൺ ലോവർ ചെയ്തിട്ടാണ് പറയുന്നതെങ്കിലോ അത് ആ സെൻറ്റൻസിന് ക്ലാരിറ്റിയും സെർട്ടേനിറ്റിയും നൽകും. നമ്മുടെ വോയിസും ടോണും അഗ്രസീവ് ആക്കുകയോ ഡോമിനൻ്റ് ആക്കുകയോ അല്ല നമ്മളിവിടെ ചെയ്യുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് സൗണ്ടിങ് സെറ്റിൽഡ്. പീപ്പിൾ ട്രസ്റ്റ് വോയിസസ് ദാറ്റ് സൗണ്ട്സ് ഗ്രൗണ്ടഡ്. ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാട്ടോ, ഒരു ഇൻറ്റേർണൽ ഷിഫ്റ്റ് കൂടി നമ്മൾ നടത്തണം. പല സ്ഥലത്തും കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടി ആഗ്രഹിക്കുമ്പോഴാണ്. നമ്മളെപ്പോഴും ഞാൻ പറയുന്നത് കേൾക്കാൻ എങ്ങനെയുണ്ടാവും, എന്നെ ബാക്കിയുള്ളവർ എങ്ങനെ ജഡ്ജ് ചെയ്യും, ഞാൻ പറയുന്നത് അവർ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് വെറീഡ് ആവാം. ഇതൊക്കെ കാരണം തന്നെ നമ്മൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യും, സംസാരിക്കുമ്പോൾ റഷ് ചെയ്യും, ആവശ്യമില്ലാതെ ഐഡിയാസ് കൂടുതൽ സിമ്പിളാക്കാൻ നോക്കും. നമ്മുടെ ഗോള് ഓഡിയൻസ് നമ്മളെ ഇഷ്ടപ്പെടുക എന്നതിൽ നിന്ന് ഓഡിയൻസ് നമ്മൾ പറയുന്നത് മനസ്സിലാക്കണം എന്നാവുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി എഫക്റ്റീവ് ആവും. ക്ലാരിറ്റി ഏൺസ് മോർ റെസ്പെക്ട് ദാൻ പീപ്പിൾ പ്ലീസിങ് എവർ വിൽ. മറ്റേത് സ്കിൽ ബിൽഡ് ചെയ്യുന്നതും പോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് ഇവിടെയും അത്യാവശ്യമാണ്. നമ്മൾ സ്റ്റഡീസ് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കമ്മ്യൂണിക്കേഷനും ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്മോൾ സ്റ്റെപ്സ് ആൻഡ് എഫേർട്സ് എടുത്തിട്ട് സ്പീക്കിംഗ് ഔട്ട് ലൗഡ് ഫോർ ഈവൻ 1 minute എ ഡേ മേക്സ് എ ലാർജ് ഡിഫറൻസ്. അത് നിങ്ങൾ പഠിച്ചൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാവാം, കണ്ടൊരു വീഡിയോ സമ്മറൈസ് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടാവാം. ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം സംസാരത്തിൽ കംഫർട്ടാകാനും ക്ലാരിറ്റി ഉണ്ടാക്കാനും സഹായിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ ആക്റ്റീവ് റീകോൾ പ്രാക്ടീസ് ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെയാണ് ഉണ്ടാക്കുക. ഇറ്റ് ഫീൽസ് ഓക്വേർഡ് അറ്റ് ഫസ്റ്റ്, ബട്ട് ഓക്വേർഡ്നെസ് ഈസ് എ സൈൻ ഓഫ് ഗ്രോത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സംസാരിക്കാൻ തുടങ്ങാതെ നിങ്ങൾക്ക് ഒരിക്കലും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. കോൺഫിഡൻസ് ഈസ് ക്രിയേറ്റഡ് ത്രൂ സ്പീക്കിംഗ്. ഓരോ തവണ ഒരാൾ തന്നെ ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിന് ഇംപെർഫെക്റ്റ് ആയിട്ടാണ് എങ്കിൽ കൂടിയും അയാൾ തൻ്റെ സ്വന്തം വോയിസിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓവർ ടൈം ദിസ് ട്രസ്റ്റ് ബിക്കംസ് കോൺഫിഡൻസ്. നന്നായി സംസാരിക്കാൻ കഴിയുക എന്നത് ഒരു നാച്ചുറൽ ഗിഫ്റ്റാണ് എന്ന് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. സത്യത്തിൽ ദേ ആർ ക്ലിയറർ തിങ്കേഴ്സ്. അവർ മനസ്സിൽ വരുന്ന എല്ലാം പറയാറില്ല, അവർ ലിസണേഴ്സിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദേ റെസ്പെക്ട് അറ്റൻഷൻ ആസ് സംതിങ് വാല്യുബിൾ, നോട്ട് സംതിങ് ടു ഫൈറ്റ് ഫോർ. ഒരിക്കലെങ്കിലും അവഗണിക്കപ്പെട്ട, മനസ്സിലാക്കാതെ പോയ, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ട നിങ്ങളോടാണ് ദ മെസ്സേജ് ഈസ് സിമ്പിൾ ബട്ട് പവർഫുൾ. ഇതൊരിക്കലും ഒരു പേഴ്സണാലിറ്റി ഫ്ലോ ഒന്നുമല്ല, പെർമനൻ്റ് ആയ ഒരു കഴിവ് കേടും അല്ല. ഇറ്റ് ഈസ് എ സ്കിൽ ഗ്യാപ്പ് ആൻഡ് സ്കിൽ ഗ്യാപ്സ് ക്യാൻ ബി ക്ലോസ്ഡ്. ആളുകൾ കേൾക്കണം എന്ന രീതിയിൽ സംസാരിക്കുക എന്ന് വെച്ചാൽ ഒരുപാട് ലൗഡ് ആവുകയോ ഡോമിനൻ്റ് ആവുകയോ ഒന്നുമല്ല. ഇറ്റ് ഈസ് അബൌട്ട് ബിക്കമിങ് ക്ലിയറർ, കാമർ ആൻഡ് മോർ ഇൻറ്റൻഷണൽ. ആളുകൾക്ക് നിങ്ങളുടെ തോട്ട്സ്, ഐഡിയാസ് ഇതൊക്കെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അത് നിങ്ങൾ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ എഫേർട്ട് ഇടുന്നത് കൊണ്ടല്ല, നിങ്ങൾ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടെ എഫേർട്ട്ലെസ് ആക്കുന്നത് കൊണ്ടാണ്, ഈസി ആക്കുന്നത് കൊണ്ടാണ്. സോ ആളുകൾ കേൾക്കുന്ന, ശ്രദ്ധിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ദേ ആർ: സ്ലോ ഡൗൺ യുവർ തോട്ട്സ് ബിഫോർ സ്പീക്കിംഗ്, make your ideas structured, start with a destination, slow down, use silence wisely, intentionally pause, use examples, focus on tone, make an internal shift and practice daily, even for a minute. എല്ലാം ഒരുമിച്ച് ട്രൈ ചെയ്യുന്നതിന് പകരം സാവധാനം ഓരോന്നോരോന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണല്ലോ. ആൻഡ് ആൾസോ റിമെമ്പർ ദാറ്റ് യുവർ ഐഡിയാസ് ഓൾറെഡി മാറ്റർ. Learning how to express them clearly allows the world
ടു സീ ദാറ്റ് ടു. സോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.